അപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു, മനസ്സലിഞ്ഞു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനോട് പരീശന്മാർ ഒരു ചോദ്യം ചോദിച്ചു. ഗുരു, നീ ദൈവപുത്രനെന്ന് പറയുന്നു. ഞങ്ങൾ കാണുന്ന കാഴ്ച ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. നീ ദൈവമാണെങ്കിൽ നീ എന്തിനാണ് ഈ പാപികളോട് കൂടെ ഇരിക്കുന്നത്? ഞങ്ങളുടെ ബുദ്ധിക്കൊക്കുന്നില്ലല്ലോ. അതെങ്ങനെ പാപിയായ മനുഷ്യനോടുകൂടെ നീ ഇരിക്കുന്നു? കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് ഇവരോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ നിങ്ങൾക്കറിയേണ്ടത്. അതിന് കർത്താവ് അവരോട് പറയാൻ തുടങ്ങി. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊരു മകൻ എൻ്റെ പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞ് അപ്പൻ്റെ പക്കൽ നിന്ന് തനിക്കുള്ളത് വാങ്ങി ഭവനം വിട്ടിറങ്ങിപ്പോയി. അവൻ തനിക്കുള്ളത് മുഴുവനും ദൂർത്തടിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വളരെ തകർന്ന ഒരു നിമിഷത്തിൽ അവൻ തൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉള്ളത്തിൽ അവനൊരു ബോധമുണ്ടായി. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാപിയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്നൊരു ബോധം അവൻ്റെ അകത്തുണ്ടായി. ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ അപ്പനോട് പാപം ചെയ്തു എന്നൊരു ബോധം അവൻ്റെ അകത്തുണ്ടായി. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനോട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയും. എനിക്കിനി ഒരിക്കലും മകനാകാൻ പറ്റില്ല. അതെ, ഞാൻ ചെയ്ത പ്രവൃത്തി അത്ര നല്ലതല്ല, ഞാൻ ചെയ്തത് അന്യായമാണ്, ഒരപ്പനും എന്നെ അംഗീകരിക്കില്ല, ഞാൻ ദൂർത്തടിച്ചവനാണ്, ഞാനൊരു കൊടും പാപിയാണ്, ഒരിക്കലും എനിക്ക് മകനാകാൻ പറ്റില്ല. എന്നാൽ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കും എന്ന ഒരു പ്രതീക്ഷയാണ് വീണ്ടും അപ്പൻ്റെ വീട്ടിലേക്ക് അവനെ അയച്ചത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശുവേ നീ പാപികളോടുകൂടെ ഇരിക്കുന്നത് എന്നായിരുന്നു പരീശന്മാരുടെ ചോദ്യം. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് പകൽ നീ അറിയുന്നുവോ? ആ ധൂർത്തുപുത്രൻ വരുന്ന കാഴ്ച ദൂരത്ത് നിന്ന് ആ പിതാവ് കണ്ട് പിതാവിൻ്റെ മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മനസ്സലിയുന്നവനാണ്, നിങ്ങളെ നന്നായി അറിയുന്നവനാണ്, നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നവനാണ്. ന്യായമായി വിധിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ നിന്റെ നിസ്സഹായാവസ്ഥയും നിന്റെ ബലഹീനതയും കണ്ട് നിന്നോട് മനസ്സലിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പിതാവ് ഓടിച്ചെന്ന് അവനെ ചുംബിച്ചു, അവനെ വാരിപ്പുണർന്നു. എന്തുകൊണ്ടാണ് നീ പാപികളോടുകൂടി ഇരിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. അവൻ പാപിയാണെന്ന് എനിക്കറിയാം, അവൻ ബലഹീനനാണെന്ന് എനിക്കറിയാം, അവന് ഈ പാപത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ അവനെ വീണ്ടെടുക്കുവാൻ വന്ന ദൈവമാണ്. പാപത്തോട് എനിക്ക് വെറുപ്പാണ്, പക്ഷേ എനിക്ക് അവനോട് വലിയ സ്നേഹമാണ്. അവൻ എൻ്റെ മകനാണ്. അവനിപ്പോൾ പാപിയാണ്, പക്ഷേ അവൻ എൻ്റെ മകനാണ്. എനിക്ക് അവനെ വേണം. അവൻ കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവാണ്. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം അളക്കുവാൻ കഴിയില്ല. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നാം തിരിച്ചറിയണമെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ മതി. തൻ്റെ പുത്രൻ്റെ നിലവിളിക്ക് മുൻപിൽ പിതാവാം ദൈവം മുഖം തിരിച്ചു കളയുകയാണ്. എന്താണെന്നറിയാമോ? നിന്നോട് അവൻ അത്ര സ്നേഹമാണ്. എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകത്തിലെ പാപം മുഴുവനും ചുമത്തപ്പെട്ടപ്പോൾ അതിവേദനയുടെ നടുവിൽ പിതാവേ നീ എന്നെ കൈവിട്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴും അവൻ മൗനമായിരിക്കുന്നത് അവന് നിന്നോട് വലിയ സ്നേഹമാണ്.
ഇന്ന് പകൽക്കാലം മനസ്സിലുമുള്ള സ്നേഹമുള്ള പിതാവിനെ തിരിച്ചറിയുക. അവൻ നിന്റെ അരികത്തുണ്ട്. അവൻ നിന്നെ വാത്സല്യത്തോടെ നോക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.